ിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ് ഇംഗ്ലീഷിലെ ആര്യ ഇൻ ദ കോക്ക്പിറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ആര്യ ഇൻ ദ കോക്ക്പിറ്റ്. എന്താണ് കോക്ക്പിറ്റ് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? കോക്ക്പിറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? കോക്ക്പിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്യാബിൻ എന്നാണ് അർത്ഥം. എന്താണ് ക്യാബിൻ? പൈലറ്റ് ഇരിക്കുന്ന സ്ഥലം അല്ലെ. ക്യാബിൻ എന്ന് പറഞ്ഞാൽ പൈലറ്റ് ഇല്ലേ, നമ്മുടെ പ്ലെയിനൊക്കെ ഓടിക്കുന്ന പൈലറ്റ് ഇരിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ഡ്രൈവർ ഇരിക്കുന്ന സ്ഥലത്തിനാണ് നമ്മൾ എന്താ പറയുക? കോക്ക്പിറ്റ് എന്ന് പറയുക. അപ്പോൾ പൈലറ്റ് ഇരിക്കുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? കോക്ക്പിറ്റ് എന്ന് പറയുന്നത്. കോക്ക്പിറ്റ്. അപ്പോൾ ഇവിടെ ആരെയാണ് കോക്ക്പിറ്റ് ഉള്ളത്? ആര്യ ഇൻ ദ കോക്ക്പിറ്റ് എന്ന് പറഞ്ഞാൽ ആര്യാണ് ഇവിടെ ഉള്ളത്? കോക്ക്പിറ്റിലുള്ളത്. അപ്പോൾ ആരാണ്? ആര്യ ഇൻ ദ കോക്ക്പിറ്റ്. അപ്പോൾ ആരായിരിക്കും? പൈലറ്റ് ആയിരിക്കും അല്ലേ. ആര്യ എന്ന് പറഞ്ഞത് പൈലറ്റാണ് അല്ലേ. ആര്യ പൈലറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്താ പഠിക്കാൻ പോകുന്നത്? ആര്യ എങ്ങനെയാണ് പൈലറ്റ് ആയതെന്നാണ് പഠിക്കാൻ പോകുന്നത്. ആര്യ എങ്ങനെയാണ് പൈലറ്റ് ആയത്. അപ്പോൾ ആർക്കൊക്കെയാണ് പൈലറ്റ് ആവേണ്ടത് അല്ലേ? ഓരോരുത്തർക്കും ഓരോ ഡ്രീംസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആര്യയുടെ ഡ്രീംസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ആര്യയുടെ അപ്പോൾ പൈലറ്റ് ആവാൻ ആഗ്രഹമുള്ളവരുണ്ടാവും അല്ലേ. കുറേ ഡ്രീംസുകളുണ്ടാവും പൈലറ്റ്. നമുക്കിനി ആകാശത്തൂടെ പറക്കാൻ ഇഷ്ടമായിരിക്കും കുറേ പേർക്ക്. അപ്പോൾ ആര്യയുടെ ഡ്രീംസിനെ കുറിച്ചും ആര്യ എന്താണ് ആയതെന്നാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് ചാപ്റ്റർ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആര്യ ഓൾവേസ് വാണ്ടഡ് ടു ഫ്ലൈ. ആര്യയ്ക്ക് എപ്പോഴും എന്താണ്? പറക്കാനാണ് ഇഷ്ടം. ഓൾവേസ്, എപ്പോഴും പറക്കാൻ. ഇവിടെ എന്താണ്? വാണ്ടഡ് ടു ഫ്ലൈ, പറക്കാനാണ് ഇഷ്ടം അല്ലേ. ആര്യയ്ക്ക് എപ്പോഴും എന്ത് ചെയ്യാനാണ് ഇഷ്ടം? പറക്കാനാണ് ഇഷ്ടം. When she was 4 years old, she wanted to be റോസമ്മ. ആര്യയ്ക്ക് 4 വയസ്സായപ്പോൾ ആര്യയ്ക്ക് ആരാവാനായിരുന്നു ഇഷ്ടം? ഷീ wanted to be റോസമ്മ. ആരാണ് റോസമ്മ? അപ്പോൾ റോസമ്മ ആരാന്ന് നമുക്ക് നോക്കാം. ആര്യ സോ ഹെർ അറ്റ് ദ സർക്കസ്. എവിടെ നിന്നാണ് ആര്യ റോസമ്മേനെ എവിടെ നിന്നാണ് കണ്ടത്? സർക്കസിൽ വെച്ചിട്ടാണ് കണ്ടത്. അപ്പോൾ നിങ്ങൾ സർക്കസൊക്കെ കാണാൻ പോയിട്ടുണ്ടാവില്ലേ? അപ്പോൾ സർക്കസിൽ വെച്ചിട്ടാണ് ആര്യ റോസമ്മേനെ കണ്ടത്. റോസമ്മ. അപ്പോൾ നമ്മൾ ഈ സർക്കസിലൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള കളികളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. പുലികളും അതുപോലെ സൈക്കിളിൽ നമ്മൾ ഒരു ചക്രത്തിലൊക്കെ ഓടിക്കുന്നതും അങ്ങനെ പല അതുപോലെ കയ്യിൽ കുറേ ബോൾസ് വെച്ച് ഇങ്ങനെ തട്ടി അമ്മാനാടുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ റോസമ്മ എന്ന് പറയുന്നത് ആരാണ്? റോസമ്മ വാസ് എ ട്രപ്പീസ് ആർട്ടിസ്റ്റ്. ട്രപ്പീസ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? കണ്ടോ, ഇതാണ് ആ പിക്ചർ. ഒരു കമ്പിയിൽ ഒരു ഊഞ്ഞാല് പോലെ ഉണ്ടാകും. അതിൽ കാലിങ്ങനെ കോർത്തിട്ടിട്ട് ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് ചാടും. അതിങ്ങനെ പറന്ന് ഇങ്ങനെ നടക്കേണ്ട ആൾക്കാർ അപ്പുറത്തേക്ക് ചാടുന്നു ഇപ്പുറത്തേക്ക് ചാടുന്നു. അതാണ് ട്രപ്പീസ് എന്ന് പറഞ്ഞാൽ. ട്രപ്പീസ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രപ്പീസ് ആർട്ടിസ്റ്റാണിത് കേട്ടോ. നമ്മുടെ ചാപ്റ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആ പിക്ചറിൽ തന്നെ ഉണ്ട് കേട്ടോ. ട്രപ്പീസ് ആർട്ടിസ്റ്റിൻ്റെ പിക്ചറാണ് അവിടെ തന്നിരിക്കുന്നത്. കണ്ടോ, ഈ ഊഞ്ഞാലിൽ നിന്ന് ഇപ്പുറത്തെ ഊഞ്ഞാലിലേക്ക് ഇവർ ചാടും അങ്ങനെ. അപ്പോൾ ഈ കുട്ടി കണ്ടില്ലേ, ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടുന്നതാണ് ട്രപ്പീസ് എന്ന് പറയുന്നത്. അപ്പോൾ റോസമ്മ ഒരു ട്രപ്പീസ് ആർട്ടിസ്റ്റ് ആണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആര്യ വാണ്ടഡ് ടു ഫ്ലൈ ഇൻ ദ എയർ ഫ്രം സ്വിങ് ടു സ്വിങ്. എന്താണ് ചെയ്യാൻ ആര്യയ്ക്ക് ഇഷ്ടം? ആര്യയ്ക്ക് എവിടെ പറക്കണം അല്ലേ. എയറിലൂടെ ഇങ്ങനെ പറന്ന് ഒരു ഊഞ്ഞാലിൽ നിന്ന് അടുത്ത ഊഞ്ഞാലിലേക്ക് ഇങ്ങനെ പറന്ന് പോകണം. ആര്യയ്ക്ക് എന്ത് ചെയ്യാനാണ് ഇഷ്ടം? ഒരു സ്ഥലത്ത് നിന്ന് അല്ലേ ഒരു ഊഞ്ഞാലിൽ നിന്ന് അടുത്ത ഊഞ്ഞാലിലേക്ക് ഇങ്ങനെ ആടി കളിക്കാനായിരുന്നു ആര്യയ്ക്ക് ഇഷ്ടം. അതുമാത്രമാണോ നമ്മുടെ ആര്യയ്ക്ക് ഇഷ്ടം? അല്ല. ഹിയർ ക്ലോത്ത്സ് വുഡ് ഗ്ലിറ്റർ ലൈക്ക് റോസമ്മാസ്. എന്താണ്? ആര്യയുടെ ക്ലോത്ത്സും അതുപോലെ റോസമ്മയുടെ ഡ്രസ്സ് പോലെ നമ്മളെ സർക്കസിലുള്ള ആൾക്കാരുടെ ഡ്രസ്സുകൾ കണ്ടിട്ടില്ല, നല്ല ഗ്ലിറ്ററിങ് ആയിരിക്കും അല്ലേ. ഓഡിയൻസിനൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഗ്ലിറ്ററിങ് ആയിട്ടുള്ള നല്ല തിളക്കമുള്ള ഡ്രസ്സുകളായിരിക്കും. അപ്പോൾ ആര്യയ്ക്കും എന്ത് വേണമെന്നാണ് ആഗ്രഹം? ഹിയർ ക്ലോത്ത്സ് വുഡ് ഗ്ലിറ്റർ ലൈക്ക് റോസമ്മാസ്. പിന്നെന്താണ്? ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ വുഡ് ക്ലാപ്പ് ഫോർ ഹെർ. എന്താ ചെയ്യേണ്ടത്? 100 കണക്കിന്. ഇത് കാണാൻ എന്തോരം കുറേ കാണികൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ കുറേ കാണികൾ, ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ എന്ത് ചെയ്യണമെന്നാണ് അവൾക്ക് ആഗ്രഹം? ക്ലാപ്പ് ചെയ്യണം. ഇവൾ ചെയ്യുന്ന ഈ ട്രപ്പീസ് ആർട്ടിസ്റ്റ് കണ്ടിട്ട് എന്ത് ചെയ്യണം? ആൾക്കാരിങ്ങനെ കൈയടിക്കണം എന്നായിരുന്നു ആരുടെ ആഗ്രഹം? ആര്യയുടെ ആഗ്രഹം. റോസമ്മനെ പോലെ ആവണം എന്നായിരുന്നു ആര്യയുടെ ആഗ്രഹം. എത്ര വയസ്സത്തെ ആഗ്രഹമാണ്? 4 years അല്ലേ. 4 വയസ്സത്തെ ആഗ്രഹമായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിലെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ടാവും ആര്യ ഒരു സർക്കസ് കാണാൻ പോയിട്ടുണ്ടാവില്ലേ. അങ്ങനെയാണ് റോസമ്മേനെ കണ്ടുമുട്ടിയത്. അപ്പോൾ ആര്യയ്ക്ക് അതുപോലെ ആവണമെന്ന് ആഗ്രഹം വന്നു. പിന്നെന്താണ്? ഷീ വുഡ് ഈറ്റ് കോട്ടൺ ക്യാൻഡി.
എവറി ഡേ. അപ്പോൾ ആ റോസമ്മനെ പോലെ ആയാലും എന്ത് കഴിക്കാം, എല്ലാ ദിവസവും കോട്ടൺ ക്യാൻഡി, നല്ല പഞ്ഞി മിഠായി ഇല്ലേ, നല്ല ഇങ്ങനെ റോസ് കളറുള്ള പഞ്ഞി മിഠായി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെയുള്ള ക്യാൻഡി നമുക്ക് റോസമ്മനെ പോലെ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ആര്യയ്ക്ക് എന്ത് ചെയ്യാം, എല്ലാ ദിവസവും എന്ത് ചെയ്യാം, ഈ പഞ്ഞി മിഠായി കഴിക്കാമെന്ന് വിചാരിച്ചു. ഹെർ ബെസ്റ്റ് ഫ്രണ്ട് വുഡ് ബി എ ക്ലൗൺ. ആരാണ് ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കുക? ഈ റോസമ്മനെ പോലെ ആവുകയാണെങ്കിൽ എപ്പോഴും ക്ലൗണ് അല്ലേ. ക്ലൗണിനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ബെസ്റ്റ് ഫ്രണ്ട് ആരായിരിക്കും? ക്ലൗൺ ആയിരിക്കും അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന്. അപ്പോൾ ആര്യ എന്താ വിചാരിച്ചത്, റോസമ്മനെ പോലെ ആയിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും ക്യാൻഡി കഴിക്കാം, അതുപോലെ ആരായിരിക്കും ഫ്രണ്ട്? ക്ലൗൺ ആയിരിക്കും. അപ്പോൾ ഇതാണ് ക്ലൗൺ എന്ന് പറയുന്നത് കേട്ടോ, സർക്കസിലുള്ള ക്ലൗണ്. അപ്പോൾ എന്താണ്, ആര്യയ്ക്ക് പറക്കണം എന്നായിരുന്നു ആഗ്രഹം. 4 വയസ്സായിരുന്നപ്പോൾ റോസമ്മനെ കണ്ടുമുട്ടി. റോസമ്മനെ കണ്ടപ്പോൾ സർക്കസിലെ ട്രപ്പീസ് ആർട്ടിസ്റ്റ് ആവണമെന്നായിരുന്നു ആഗ്രഹം. അതുപോലെ എങ്ങനെ സ്വിങ് ടു സ്വിങ്, ഊഞ്ഞാലിലാടണം, അതുപോലെ റോസമ്മ ഇട്ടിരിക്കുന്ന പോലെ നല്ല തിളക്കമുള്ള ഡ്രസ്സ് ഇടണം എന്നുണ്ടായിരുന്നു. പിന്നെ എന്താണ്, കുറേ ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ, അവൾ ട്രപ്പീസ് ആർട്ടിസ്റ്റ് ആയിക്കഴിഞ്ഞാൽ എന്താണ്, നൂറുകണക്കിന് ആൾക്കാരെ അവളുടെ ട്രപ്പീസ്യത്തിലുള്ള ഇത് കാണുമ്പോൾ കൈയടിക്കുമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താണ്, എല്ലാ ദിവസവും അവൾക്ക് കോട്ടൺ ക്യാൻഡി കഴിക്കാമെന്ന് മനസ്സിലായി. പിന്നെ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ക്ലൗൺ ആയിരിക്കും. ഇതായിരുന്നു നമ്മുടെ ആര്യയുടെ 4 വയസ്സിലുണ്ടായിരുന്ന ഡ്രീം എന്ന് പറയുന്ന ആഗ്രഹം അല്ലേ. ഇനി നോക്കി, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഹൂ ഡിഡ് ആര്യ വാണ്ട്സ് ടു ബി വെൻ ഷീ വാസ് 4 years old ആൻഡ് വൈ? അപ്പോൾ നമ്മുടെ ആര്യയ്ക്ക് 4 വയസ്സായപ്പോൾ ആരാവണം എന്നായിരുന്നു ആഗ്രഹം, എന്തുകൊണ്ട്? ആരാവണം എന്നായിരുന്നു ആഗ്രഹം? 4 വയസ്സായിരുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ആരാവണം എന്നായിരുന്നു? റോസമ്മ ആവണം എന്നായിരുന്നു ആഗ്രഹം. എന്തുകൊണ്ടാണ് റോസമ്മ ആവണം എന്ന ആഗ്രഹം? എന്താണ് കാരണം? എന്തുകൊണ്ടാണ്? എയറിൽ ഇങ്ങനെ സ്വിങ് ചെയ്യാം, അതുപോലെ എന്താണ്, തിളക്കമുള്ള ഡ്രസ്സ് ഇടാം റോസമ്മനെ പോലെ. പിന്നെയോ എല്ലാ ദിവസവും എന്താണ്, കോട്ടൺ ക്യാൻഡി കഴിക്കാം, അതുപോലെ കുറേ പേര് കൈയടിക്കും. പിന്നെന്താണ്, ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ വുഡ് ക്ലാപ്പ്. പിന്നെന്താണ്, അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരായിരിക്കും? ക്ലൗൺ ആയിരിക്കും. ഇത്രയും മനസ്സിലായി. നമുക്ക് അടുത്തത് നോക്കാം അല്ലേ. അടുത്തത് നമുക്ക് നോക്കാം. ഇതാരാണെന്നറിയോ? ഇതാണ് കൽപ്പന ചൗള. കൽപ്പന ചൗള അല്ലേ. കൽപ്പന ചൗള. വെൻ ആര്യ വാസ് 8 years old, ഷീ വാണ്ടഡ് ടു ബി കൽപ്പന ചൗള അല്ലേ. 4 വയസ്സായിരുന്നപ്പോൾ ആര്യയ്ക്ക് ആരാവണമെന്നായിരുന്നു ആഗ്രഹം? റോസമ്മ ആവണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ 8 വയസ്സായപ്പോൾ ആരാവണമെന്നാണ് ആഗ്രഹം? കൽപ്പന ചൗള ആവണമെന്നായിരുന്നു ആര്യയുടെ ആഗ്രഹം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അങ്ങനെ കൽപ്പന ചൗളനെ പോലെ ആവണം തോന്നിയിട്ടുണ്ടോ? ഒരു ബഹിരാകാശ സഞ്ചാരിയായിരുന്നു അല്ലേ കൽപ്പന ചൗള അല്ലേ. ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല അല്ലേ. കൽപ്പന ചൗള ആരായിരുന്നു? ഒരു ബഹിരാകാശ സഞ്ചാരിയായിരുന്നു. ആസ്ട്രോനോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹിരാകാശ സഞ്ചാരി. ആസ്ട്രോനോട്ട് എന്ന് പറഞ്ഞാൽ ബഹിരാകാശ സഞ്ചാരിയായിരുന്നു കൽപ്പന ചൗള. കൽപ്പന ചൗളയുടെ എവിടെയാണ് നാട് എന്ന് പറയുന്നത്? നമ്മുടെ ഇന്ത്യൻ വംശജിയായിരുന്നു കൽപ്പന ചൗള അല്ലേ. നിങ്ങൾക്കിതുപോലെ ബഹിരാകാശത്തൊക്കെ പോകണമെന്ന് തോന്നിയിട്ടുണ്ടോ? കൽപ്പന ചൗള പോയ പോലെ നിങ്ങൾക്ക് ബഹിരാകാശത്ത് പോകണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ടല്ലേ. അപ്പോൾ ഇവിടെ ആര്യയ്ക്ക് എന്താണ്, 8 വയസ്സായപ്പോൾ കൽപ്പന ചൗളനെ പോലെ ആവണമെന്നായിരുന്നു ആഗ്രഹം. എന്തുകൊണ്ടാണ്? ഷി മെയ്ഡ് ഹെർസെൽഫ് ആൻ ഓറഞ്ച് സ്പേസ് സ്യൂട്ട്. എന്താണ്, അവൾക്ക് വേണ്ടിയിട്ടൊരു ഓറഞ്ച് സ്പേസ് സ്യൂട്ട്, കൽപ്പന ചൗളയുടെ പോലെ കണ്ടോ ഇതുപോലത്തെ സ്പേസ് സ്യൂട്ട്. അപ്പോൾ സ്പേസിൽ പോകുന്നവർ ഒരു പ്രത്യേക തരം ഡ്രസ്സാണ് ഇടുക, അതാണ് ഇത് സ്പേസ് സ്യൂട്ട് എന്ന് പറയും കേട്ടോ.